ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു യൂണിഫോം സാരിയാണ് കേട്ടോ. ഇതിന് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൂടെ നിന്നപ്പോൾ ഭയങ്കര അർജൻറ്റായിരുന്നേ. അതുകൊണ്ട് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് സാരി നമ്മൾ കൊടുത്ത് സാരി അവർ ഉടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സാരി ഫോൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അർജൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സാരി ഫോൾ വെക്കുന്നതിന് പൊതുവേ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഉടുക്കുന്നതിൻ്റെ താഴെ വശത്തായിട്ട് ഉള്ളിലായിട്ടാണ് സാരി ഫോൾ വയ്ക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉടുക്കുന്നതിൻ്റെ താഴെ ഉള്ളിലായിട്ടാണ് നമ്മൾ സാരി ഫോൾ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിലായിട്ട് ഒരു 7 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ സാരി ഫോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 7 ഇഞ്ച് കഴിഞ്ഞിട്ട് ഇത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആദ്യം മെഷീൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സാരിയുടെ എൻഡിങ് വരുന്ന ആ പോർഷനിലാണ് നമ്മൾ മെഷീൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള സൈഡൊക്കെ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് അതായത് ഹെമ്മിങ് ചെയ്താണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കും. അവിടെ മുതൽ നമ്മൾ അടിവശത്ത് ഫുള്ളായിട്ട് മെഷീൻ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ വണ്ണം കുറവുള്ളവർക്കൊക്കെയാണ് സാരി ഫോൾ വെക്കുന്നതെങ്കിൽ അവരോട് ഒന്ന് ഉടുത്ത് കാണിച്ചിട്ട് ആ ഒരു ഫ്ലീറ്റ്സ് എൻഡിങ് വന്നവരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സാരി ഫോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അളവെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ 7 ഇഞ്ച് വിട്ടിട്ട് സാരി ഫോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ സാരി ഫോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഫ്ലീറ്റ്സ് അതായത് സാരി ഉടുത്ത് നോക്കുക. എന്നിട്ട് ഫ്ലീറ്റ്സ് എൻഡിങ് എവിടെയാണോ വരുന്നത് അവിടെ വരെ സാരി ഫോൾ ഇട്ട് കൊടുക്കുക. അതപ്പോൾ ചിലരുടെ കേസിലൊക്കെ എന്ന് പറയുമ്പോൾ 10 ഇഞ്ചൊക്കെ വിട്ടിട്ടൊക്കെ ആയിരിക്കും ഈ സാരി ഫോൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ചൊക്കെയാണ് സാരി ഫോളിൻ്റെ ഇത് വരുന്നത്. ഇപ്പോൾ നമുക്ക് വണ്ണം നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 7 ഇഞ്ച് വിട്ടിട്ട് സാരി ഫോൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഷോപ്പിലൊക്കെ കൊണ്ട് വെറുതെ പൈസ കൊടുത്ത് ചെയ്യിക്കണമെന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ സാരിക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ എൻഡിങ് വരെ ഇപ്പോൾ ഞാൻ മെഷീൻ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷനിൽ ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ മെഷീൻ്റെ അവിടെ കയറ്റിയിട്ട് ഇതേപോലെ ആ പല്ലൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാനൊന്ന് ഉറപ്പിച്ച് നിർത്തുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് സൂചി നൂലും വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ സൂചി എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് ചെറിയ തോതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശത്ത് ഒട്ടും കാണാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു ഇഴ മാത്രം എടുത്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒരിഴ മാത്രം എടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും, സ്റ്റിച്ചിങ് അറിയത്തില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻഡിങ് പോർഷൻ വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോവാണ് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിടാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.